മേധാവി അസീം മുനീറിനെ രൂക്ഷമായി വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഫസ്ലുർ റഹ്മാനെ ഒതുക്കാനായി പാകിസ്ഥാൻ സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായം തേടിയതായി റിപ്പോർട്ടുകൾ. സർക്കാർ പിന്തുണയുള്ള മതപണ്ഡിതൻ ഹാഫിസ് താഹിർ മഹ്മൂദ് അഷ്റഫി ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് സയീദിന്റെ മകൻ ഹാഫിസ് തൽഹ സയീദുമായി മർക്കസ് ഖുബയിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തി. ഇസ്ലാമാബാദിലെ മത നേതൃത്വവും സൈന്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം അടിവരയിടുന്ന നിർണായകമായ നീക്കമാണിതെന്ന് നിരീക്ഷകർ പറയുന്നു. GOIF മേധാവിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കുറയ്ക്കുന്നതിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ തടയുന്നതിനുമായാണ് പാക് നേതൃത്വം ലഷ്കർ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതെന്നാണ് വിവരം. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എതിരാളികളെ അടിച്ചമർത്തുന്നതിനായി സായുധ സംഘങ്ങളെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തന്ത്രം ഇവിടെ വെളിവാക്കപ്പെടുന്നതായും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കൾക്കെതിരെ എന്നതിലുപരി സ്വന്തം രാജ്യത്തെ ഭരണകൂട വിമർശകരെ നിശബ്ദരാക്കാനാണ് ഇപ്പോൾ ഇത്തരം ശൃംഖലകൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നു. പാകിസ്ഥാൻ ഉലമ കൗൺസിൽ ചെയർമാനും ലഷ്കർ-ഇ-തോയ്ബ നേതൃത്വവും തമ്മിൽ നടന്ന ഈ തന്ത്രപ്രധാനമായ ചർച്ച സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ സുരക്ഷാ നയങ്ങളെയും ഭരണ പരാജയങ്ങളെയും പരസ്യമായി വിമർശിച്ച മൗലാന ഫസ്ലുർ റഹ്മാനെതിരെയുള്ള ഏകോപിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് രഹസ്യ അന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം വലിയൊരു സംഘർഷത്തിന് ഇട നൽകാതെ ഫസ്ലുർ റഹ്മാന്റെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കാൻ അദ്ദേഹത്തോട് മറ്റൊരു സമീപനം സ്വീകരിക്കാനാണ് സൈന്യത്തെ പിന്തുണയ്ക്കുന്ന ഈ സഖ്യം ശ്രമിക്കുന്നത്. JUIF മേധാവിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നല്ല വശങ്ങൾ ഉയർത്തിക്കാട്ടാനും അതേസമയം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകാനും യോഗത്തിൽ പങ്കെടുത്ത ലഷ്കർ നേതാക്കൾ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇത്തരത്തിൽ പരമ്പരാഗത മതരാഷ്ട്രീയ നേതാക്കളെ നിയന്ത്രിക്കാൻ തീവ്രവാദ ശൃംഖലകളെ പിടിക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ വിയോജിപ്പുകളിൽ നിന്നും ഡീപ് സ്റ്റേറ്റിനെ സംരക്ഷിക്കാനുള്ള ഒരു ആഭ്യന്തര കവചമായി തീവ്രവാദ ഘടകങ്ങളെ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ. താഹിർ അഷ്റഫിയും ലഷ്കർ നേതൃത്വവും തമ്മിലുള്ള പരസ്യമായ ഈ നയതന്ത്രം പാകിസ്ഥാൻ സൈന്യം നിരോധിത ഭീകര സംഘടനകളെ വെറും വിദേശ ഏജന്റുകളായല്ല, മറിച്ച് ആഭ്യന്തര രാഷ്ട്രീയ ആയുധങ്ങളായാണ് പരിഗണിക്കുന്നതെന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്. ഫസ്ലുർ റഹ്മാനെ പോലെയുള്ളവരെ ഒതുക്കാൻ തീവ്രവാദ ശൃംഖലകളെ രംഗത്തിറക്കുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയമായ ബലഹീനതയെന്നാണ് തുറന്നു കാട്ടുന്നതെന്നും ആരോപണമുണ്ട്. സാധാരണ രാഷ്ട്രീയ മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ സ്വന്തം അധികാരം നിലനിർത്താനും ദേശീയ വിവരണങ്ങൾ രൂപപ്പെടുത്താനും പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റ് തീവ്രവാദികളെയാണ് ആശ്രയിക്കുന്നതെന്ന കാര്യം കൂടി ഇതിൽ നിന്നും വ്യക്തമാകുന്നതായും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, മറ്റൊരു വിഭാഗം പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പോകുന്ന പാകിസ്ഥാന് രാജ്യത്തിനകത്തെ ആഭ്യന്തര കലഹങ്ങൾ അല്ലെങ്കിൽ അവിടെ വർദ്ധിച്ചു വരുന്ന ഭിന്നതകൾ മാറ്റാനോ അല്ലെങ്കിൽ അതിനൊരു നടപടി സ്വീകരിക്കാനോ കഴിയുന്നില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെ പോയി എന്ന ചോദ്യങ്ങളും അവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭരണ നേതൃത്വങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. പാകിസ്ഥാനിൽ ഉടൻ തന്നെ മറ്റൊരു കലാപം ഉണ്ടാകുമെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.